ഇന്ന് ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു റീവയർ യുവർ ബ്രെയിൻ. അതിനു മുൻപ് നമുക്ക് ബ്രെയിൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ബ്രെയിൻ? നമ്മുടെ ചിന്ത, ഓർമ്മ, വികാരം, സ്പർശനം, മോട്ടോർ കഴിവുകൾ, കാഴ്ച, ശ്വസനം, താപനില, വിശപ്പ്, ഇങ്ങനെ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന എല്ലാ പ്രക്രിയകളെയും നിയന്ത്രിക്കുന്ന സങ്കീർണമായ ഒരു അവയവമാണ് തലച്ചോറ്. തലച്ചോറും അതിൽ നീണ്ടു നിൽക്കുന്ന സ്പൈനൽ കോഡും ചേർന്നാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ CNS രൂപപ്പെടുന്നത്. ഹൗ ബ്രെയിൻ വർക്ക്സ്. നമ്മുടെ ബ്രെയിനിൽ ബില്യൺസ് കണക്കിന് നെർവസ് സെൽസ് ഉണ്ട്. ഇതെല്ലാം തമ്മിൽ പല രീതിയിൽ കണക്റ്റഡ് ആണ്. ഒരു സങ്കീർണമായ ഹൈവേ സംവിധാനം പോലെ ബ്രെയിനുള്ളിലെ നെർവസ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് നിമിഷങ്ങൾക്കുള്ളിലാണ് നമ്മുടെ ശരീരത്തിൽ ആശയവിനിമയം നടക്കുന്നത്. ഒരു ചൂടുള്ള അടുപ്പിൽ നിന്ന് നമ്മൾ എത്ര വേഗത്തിലാണ് കൈ പിൻവലിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബ്രെയിനിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഓരോ ഭാഗത്തിനും പ്രത്യേകമായുള്ള ഫങ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നത് മുതൽ നിങ്ങളുടെ മാനസികാവസ്ഥ വരെ ഇത് കൈകാര്യം ചെയ്യുന്നു. നമ്മുടെ ബ്രെയിൻ ഒരു പ്ലാസ്റ്റിക് പോലെയാണ്. അതിനേത് രീതിയിലും ഷേപ്പിലും മാറാൻ സാധിക്കും. അതായത് നമ്മുടെ ബ്രെയിനിനെ ഒരു ഇടതൂർന്ന പച്ചപ്പുള്ള കാട് പോലെ സങ്കല്പിക്കുക. ഈ കാടിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും കൊണ്ട് ബ്രെയിനിൽ പുതിയ ന്യൂറൽ പാത്വേ നിർമ്മിക്കുന്ന രീതിയാണിത്. നമ്മുടെ ബ്രെയിൻ ഒരു കല്ല് പോലെയല്ല, മറിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജീവനുള്ള വനം പോലെയാണ്. കാട്ടിലെ രണ്ട് മരങ്ങൾ തമ്മിൽ അതിൻ്റെ ചില്ലകൾ പടർത്തി ബന്ധപ്പെടുന്നത് പോലെ നമ്മുടെ ബ്രെയിനിൻ്റെ ന്യൂറോൺസ് തമ്മിൽ പുതിയ കണക്ഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇനി നമ്മളുടെ മുൻപിലുള്ള ചോദ്യം, ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാം? അതിൽ ആദ്യത്തെയാണ് റെപ്പറ്റീഷൻ, ആവർത്തനം. ഒരു പുതിയ സ്കിൽ പഠിക്കാൻ ശ്രമിക്കുക. അതും എന്തുമായിക്കോട്ടെ, എന്നിട്ടത് ആവർത്തിച്ച് ചെയ്യുക. നിർത്തരുത്. പേഷ്യൻസ്, ക്ഷമ. ഒരു കാട് വളരുന്നത് പോലെ ബ്രെയിനിലെ മാറ്റങ്ങളും പതിയെ സംഭവിക്കൂ. സാവധാനം പ്രവർത്തിക്കുക. അറ്റൻഷൻ, ശ്രദ്ധ. പുതിയ സ്കിൽ പഠിക്കുമ്പോൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് കൺസിസ്റ്റായി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു പുതിയ ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ആവുകയും അത് വളർന്നുകൊണ്ടിരിക്കുകയും നിങ്ങളുടെ ബ്രെയിനിനെ സക്സസ്ഫുള്ളായി റീവയർ ചെയ്യാനും ആ സ്കില്ലിൽ നിങ്ങൾക്ക് മാസ്റ്റർ ആകാനും സാധിക്കും.